ഹലോ ഫ്രണ്ട്സ്, നമ്മളിനി ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചുരിദാർ സ്റ്റിച്ചിങ്ങാണ്. ചുരിദാറിൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നിടത്തിൽ നമ്മൾ ആദ്യം തന്നെ ഈ നെക്ക് കട്ട് ചെയ്യാം ചുരിദാറിൻ്റെ. അതിന് നമുക്ക് ഈ ക്യാൻവാസിൽ ഇത് അടയാളപ്പെടുത്താം. നെക്ക് എന്തോരം ഇറക്കം വേണമെന്നും വിട്ട് വേണമെന്നും. ഈ നെക്ക് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ 6 ഇഞ്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ക്യാൻവാസിൽ അത് മാർക്ക് ചെയ്യുമ്പോൾ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. പിന്നെ കഴുത്തിൻ്റെ വൈഡ് 6 ഇഞ്ച്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കഴുത്തിൻ്റെ വൈഡ് മാർക്ക് ചെയ്യാം. വൈഡ് 6 ഇഞ്ചിൻ്റെ ഇത് മടക്കിയിട്ടേക്കണാലും നമുക്ക് 6ൻ്റെ പകുതി 3 ഇഞ്ച് വൈഡാണ് വേണ്ടത്. ഇനി ഇതിനകത്ത് നമുക്ക് 6 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 6.5 ഇട്ടിട്ട് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ 3 ഇങ്ങനെ ഒരു സ്ക്വയറിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ സ്ക്വയറിൽ ഡിസൈൻ വരക്കാണ് ചെയ്യേണ്ടത്. നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടത് വെച്ചാൽ അത് വരക്കാം. ഇത് ആദ്യം തന്നെ ഈ അത് കട്ട് ചെയ്തെടുക്കാം. ഇതിനകത്ത് നമുക്ക് നെക്കിൻ്റെ ഡിസൈൻ വരക്കാം. മേളിൽ അതേ വൈഡിലെടുത്തിട്ട് ഞാനിങ്ങനെ ഒരു നെക്കാണ് വരച്ചേക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഇത് ലെവലാക്കി കൊടുത്തിട്ട് ഇത് നമ്മൾ 3 ഇഞ്ചിൽ വൈഡ് ഇതുപോലത്തെ നെക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. ഇതുകൊണ്ടാണ് നമ്മൾ നെക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഈ നമ്മൾ സ്ക്വയർ കൊടുത്തേക്കുന്നത് വെറുതെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെക്ക് ഫ്രണ്ട് നെക്ക്. ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി കട്ട് ചെയ്യാം. ബാക്ക് നെക്ക് അതുപോലെ തന്നെ വൈഡ് നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരേ ലെവലിലാണ് എടുക്കുന്നത്. ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വന്നത് 4 ഇഞ്ചാണ് അവർക്ക് വേണ്ടത്. അപ്പം നമുക്കിത് 4.5 കട്ട് ചെയ്യാം. 4.5 ഇഞ്ചിൽ കട്ട് ചെയ്താലാണ് നമുക്ക് സ്റ്റിച്ചൊക്കെ കഴിയുമ്പോൾ നെക്കിന് 4 ഇഞ്ച് ഇറക്കം കിട്ടുള്ളൂ. ഇത് നമുക്ക് ഉണ്ട്. ഇത് അപ്പോൾ നമുക്ക് ബാക്ക് നെക്കും കിട്ടി, ഫ്രണ്ട് നെക്കും കട്ട് ചെയ്ത്. ഇനി നമുക്കിത് ചുരിദാറിലേക്ക് ഒട്ടിക്കാം. ഇത് നമുക്ക് ലൈനിങ്ങിൽ വെച്ചാണ് ഒട്ടിക്കേണ്ടത്. നമുക്കിത് ഇനി ഈ ലൈനിങ്ങിലേക്ക് ഈ നെക്ക് വെച്ച് പിടിപ്പിക്കാം. നമുക്കിത് തേച്ചും വെച്ച് പിടിപ്പിക്കാം, സ്റ്റിച്ചും ചെയ്യാം. ഞാനിവിടെ ലൈനിങ്ങിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യണത്. അത് കാണിച്ചത് നമ്മൾ ആദ്യം തന്നെ ഈ ലൈനിങ്ങിൻ്റെ ഇങ്ങനെ 2 മടക്കായി ഇരിക്കുന്ന സംഭവം ആണല്ലോ. അത് നിവർത്തിയിട്ടിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ വൈഡ് ഈ ലൈനിങ്ങിൽ ആദ്യം തന്നെ അടയാളപ്പെടുത്തണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ വെച്ചടിച്ചിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ വൈഡൊക്കെ മാറിപ്പോവും.
6 ഇഞ്ച് വൈഡാണ്. അപ്പോൾ 3 സെൻറ്ററിൽ വെച്ച് 3 ഇഞ്ച് ഇങ്ങോട്ടും 3 ഇഞ്ച് ഇപ്പറേറ്റും വരാൻ പാകത്തിന് 6 ഇഞ്ച് അടയാളപ്പെടുത്താം. 3 3 അപ്പോൾ 6 ഇഞ്ച് വൈഡ്. അത് ആദ്യം തന്നെ നമ്മൾ ലൈനിങ്ങിൽ അടയാളപ്പെടുത്തിയിട്ട് ആണ് നമുക്ക് ഈ നെക്ക് അതുകൊണ്ട് തന്നെ വൈഡും അടയാളപ്പെടുത്തും. അല്ല, ഇറക്കവും നെക്കിൻ്റെ ഇറക്കവും വൈഡും അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തേക്കണ ക്യാൻവാസ് അതുമേ വച്ചടിക്കുക. ഇത് ഈ വൈഡ് കറക്റ്റായിട്ട് ഈ മാർക്കിങ്ങിൽ തന്നെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ അടിച്ചെടുത്ത് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കും ചെയ്യാം. ഇതും അതുപോലെ തന്നെ വൈഡ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇത് തേച്ചിട്ടും ചെയ്യാട്ടോ. തേച്ച് ഇതിനകത്തേക്ക് ഒട്ടിക്കാൻ പശയുള്ള ഭാഗം ലൈനിങ്ങിലേക്ക് വെച്ചിട്ട് തേച്ചും ചെയ്യാം. ഞാൻ രണ്ടും ചെയ്യലുണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത് അതിനകത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും. ഈ അറ്റത്തും രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് നെക്കടിക്കുമ്പോൾ ഇത്
പൊളിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാക്കും അടിച്ചു. നമുക്ക് ചുരിദാർ സെറ്റ് ലൈനിങ് വെച്ചിട്ട് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പത്തിലുള്ളൊരു നെക്ക് വയ്ക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നമുക്കിത് ഹെമ്മിങ് ഒന്നും ചെയ്യാതെ തന്നെ ഇത് വെച്ചിട്ട് നമുക്കിത് ഇനി ഇങ്ങനെ വെച്ചടിക്കാം. ഇത് ഹെമ്മിങ് ഒന്നും ചെയ്യാതിരിക്കാനുള്ള രീതിയിലുള്ള നെക്കടിക്കലാണ്. അല്ലെങ്കിൽ നമ്മൾ ഹെമ്മിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ലൈനിങ് വെച്ച് അടിച്ചിട്ട് പിന്നെ അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ ഒരു പീസിൽ ക്യാൻവാസ് വെച്ചിട്ട് ക്യാൻവാസ് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഹെമ്മിങ് ചെയ്യണം. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഹെമ്മിങ് ഒന്നും ചെയ്യാതെ സ്റ്റിച്ച് ചെയ്ത് തന്നെ എടുക്കാൻ പാകത്തിനുള്ള നെക്കാണ് ചെയ്യുന്നത്. അതിന് ഇതിൻ്റെ സെൻറ്ററും കറക്റ്റാക്കി വയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നെക്ക് ഒരു വശം വൈഡ് അധികവും ഒരു വശം വൈഡ് കുറവായിട്ടിരിക്കും. ഇത് ഈ സെൻറ്റർ കറക്റ്റായിട്ട് വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. വേണമെങ്കിൽ നമുക്കിതിങ്ങനെ സെൻറ്റർ കറക്റ്റാക്കി വെച്ചിട്ട് ഇതിലെ ഒരു അടിപ്പ് അടിച്ചു കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ. നമുക്ക് പെട്ടെന്ന് ചെയ്യുന്നവർക്ക് അത്ര വിഷയമല്ല. അറിയാൻ പാടില്ലാത്തവർക്ക് ചിലപ്പോൾ സെൻറ്റർ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സെൻറ്ററും കറക്റ്റാക്കി വെച്ചിട്ട് ഇതിലതിങ്ങനെ വെറുതെ ഒരു അടിപ്പ് അറ്റം വരെ കൊടുക്കണ്ട, ഇവിടം വരെ കൊടുത്താൽ മതി. അത് കട്ട് ചെയ്യുമ്പോൾ പോവുകയും ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് നെക്ക് അടിച്ചു കൊടുക്കണം. അപ്പോൾ സെൻറ്റർ ഒട്ടും മാറിപ്പോവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവില്ല. എന്നിട്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒടുങ്ങി അടിച്ചു കൊടുക്കണം. അങ്ങനെ സെൻറ്ററിൽ ഒരു അടിപ്പ് കൊടുക്കുമ്പോൾ പിന്നെ അത് മാറിപ്പോകുന്നുള്ള പേടി വേണ്ട നമുക്ക്. എന്നിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ അരികത്തൂടെ തന്നെ അത് സ്റ്റിച്ച് കൊടുക്കാം. ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ക്യാമറ ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതും. അതിൻ്റേതായൊരു പോരായ്മകളൊക്കെ ഇതിനുണ്ട്, ക്ഷമിക്കുക. ഒട്ടും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അറിയാവുന്നവർക്ക് ഇതൊക്കെ ഈസി ആയിരിക്കും. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും കുറച്ച് ഈ വളവിലൊക്കെ എഡ്ജിലുമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് കറക്റ്റായിട്ട് മറിഞ്ഞു കിട്ടും. ഇതിങ്ങനെ മറിച്ച് കൊടുക്കണം. നെക്കിൻ്റെ തുമ്പൊക്കെ ഇതിൻ്റെ തുമ്പൊക്കെ എന്തെങ്കിലും പേനയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കൊടുക്കാം, കുനിപ്പുള്ള ഭാഗങ്ങളിലൊക്കെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടി ഒരു അടിയും കൂടി കൊടുക്കാം. അപ്പോൾ കഴുത്ത് നല്ല ഫിനിഷിങ് കിട്ടും. ഒന്ന് വരച്ച് കൊടുത്തിട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫിനിഷിങ്.
ഇതിൻ്റെ മുകളിൽ കൂടി ഒരു അടിപ്പടി. മുകളിൽ കൂടി അടിച്ചു കൊടുക്കാം. ഈ തുമ്പിൻ്റെ ഭാഗം വരുമ്പോൾ നമുക്ക് ഒരു എടുത്ത് ഇങ്ങോട്ട് വലിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് കിട്ടും. ഈ മോനയുടെ ഭാഗം ഒരു എന്തെങ്കിലും വച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് എനിക്ക് ആ തുമ്പ് കറക്റ്റായിട്ട് കിട്ടും. ഇതൊക്കെ അടിക്കുമ്പോൾ പയ്യെ സൂക്ഷിച്ചടിക്കും. കറക്റ്റ് ഷേപ്പ് തന്നെ എഡ്ജ് കൂടെ തന്നെ അടിക്കണം. എന്നാലാണ് ആ നെക്ക് നമ്മൾ കട്ട് ചെയ്ത അതേ ഷേപ്പിൽ തന്നെ നെക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. ഇതിലേക്ക് ഈ ഭാഗമൊക്കെ തള്ളിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ട് അടിക്കും. കറക്റ്റായിട്ട് നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് നെക്ക്. ഇനി നമുക്ക് ഇത് ലൈനിങ് മൊത്തം നമുക്ക് അടിച്ചു കൊടുക്കാം. ഷോൾഡറും കൈക്കുഴിയുമൊക്കെ പ്രത്യേകിച്ച് ചെയ്തിട്ട് ബാക്ക് നെക്ക് അടിക്കാതെ. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്കും അടിച്ചു കൊടുക്കാം. ബാക്കിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് വെച്ചിട്ട് രണ്ട് സെൻറ്ററും കറക്റ്റായിട്ട് വെച്ചിട്ട് തന്നെ അടിക്കാം. സെൻറ്റർ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ നെക്ക് ആകെ ചരിഞ്ഞു പോകും. ഈ സെൻറ്ററിൽ കൂടെ ഒരു അടിപ്പ് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ഫ്രണ്ടിനൊക്കെ അടിച്ച പോലെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും അങ്ങോട്ടും മാറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കായതുകൊണ്ടാണ് അടിച്ചിട്ടില്ല. നമുക്കിത് അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ബാലൻസ് പീസ് കാണാം. ഇതിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് ഒരേ കട്ടിങ് ഇട്ട് കൊടുക്കാം. അതാണ് ഇനി നമുക്ക് ഈ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ ബാക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാതെ ഫ്രണ്ട് പീസ് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ബാക്കിൻ്റെ നല്ല ഭാഗവും ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും ഇങ്ങനെ വരാൻ കണക്കിന് നമ്മൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ വച്ചിട്ട് ആണ് ജോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അടിപ്പ് പുറമെ കാണില്ല, അത് അടിപ്പ് അകത്ത് പോകാൻ കാണിക്കാനാണ് ഇത് അടിക്കുന്നത്. ഇങ്ങനെ ഈ ഇതിൻ്റെ ബാക്കിൻ്റെ നല്ല ഭാഗവും ഫ്രണ്ടിൻ്റെ നല്ല ഭാഗവും ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ പീസ് ഇങ്ങനെ മേളിലേക്ക് വെച്ച് അടിക്കുക.
ഇതുപോലെ സൂചിയുടെ നൂല് പോയി. തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നൂല് പൊട്ടണത്, നൂല് സൂചിയിൽ നിന്ന് പോയാൽ വലിയ പാടാണ്. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വച്ചിട്ട് അടിച്ചു കൊടുക്കും. എന്നിട്ട് അത് ഈ ഭാഗം ഇങ്ങോട്ട് മറിച്ചിട്ട് ഇതും അതുപോലെ തന്നെ ചെയ്യും. ഇത് നമ്മൾ മറ്റത് ഈ ലൈനിങ് മേളിലാണ് വന്നത്, ഇപ്പോൾ ലൈനിങ് അടിയിൽ വരും. ലൈനിങ്ങിൻ്റെ മേളിൽ ഫ്രണ്ട് പീസും വന്ന് എന്നിട്ട് ഈ പീസും. അപ്പോഴും ഈ നല്ല ഭാഗമാണെന്ന് കറക്റ്റായിട്ട് നോക്കട്ടെ, അല്ലെങ്കിൽ മറിഞ്ഞു പോകും. ഇങ്ങനെ വെച്ചിട്ട് തയ്യൽ തുമ്പ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യും. ഒരടിക്കും കൂടി കൊടുക്കണം. ഇനി നമുക്ക് ഈ ബാക്കിൻ്റെ ലൈനിങ് ഇങ്ങനെ മറിച്ച് കൊടുക്കാം. അതെ, ഇങ്ങനെ വന്നു ഇതുണ്ടോ. ഇപ്പോൾ തയ്യൽ തുമ്പ് അതിൻ്റെ അകത്തേക്ക് പോയി. ഇതുണ്ടോ, നല്ല ഭംഗിയിൽ തയ്യൽ തുമ്പ് ഒട്ടും പുറത്താകാത്ത രീതിയിൽ. ഇനി നമുക്ക് പതിച്ച് ബാക്ക് പീസുമ്പോൾ ഒരടിപ്പ് അടിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം അടിച്ച് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കിനി കൈ പിടിപ്പിക്കാം. നമ്മൾ ഇനി ഷോൾഡറെല്ലാം അടിച്ച് ലൈനിങ്ങും പിടിപ്പിച്ച് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം. കൈയും ലൈനിങ്ങൊക്കെ അടിച്ച് കറക്റ്റായിട്ട് വച്ചിട്ടുണ്ട്. ഇനി ഇതുമ്പോൾ പിടിപ്പിച്ചാൽ മതി. അതിന് നമുക്ക് ഈ ഫ്രണ്ട് കൈക്കുഴിയും കുഴിച്ച് വെട്ടണം. നമുക്ക് കൈയുടെ ഭാഗവും ഫ്രണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കുഴിച്ച് വെട്ടണം. അപ്പോൾ ഈ കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ട് കൈയുടെയും ഈ ബോഡിയുടെയും കറക്റ്റായിട്ട് വന്നം മാറി പോവാതിരിക്കും ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മൾ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് അത് നോക്കിയിട്ട് അടിക്കാം, ഫ്രണ്ടും ബാക്കും മാറിപ്പോകാതെ. ഷോൾഡർ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഫ്രണ്ടാണ്. അപ്പോൾ കുഴിച്ച് വെട്ടിയ ഭാഗം ഇവിടെ വരാൻ കാണിച്ച് നമുക്ക് ഇനി കൈയും അടിച്ചു കൊടുക്കാം. സെൻറ്ററിൽ നിന്ന് അടിച്ച് ഒരു ഭാഗം തീർത്തിട്ട് മറ്റേ ഭാഗം സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് അടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ചുളുക്കില്ലാതെ കൈ അടിച്ചെടുക്കാം. സെൻറ്ററിൽ നിന്ന് അടിച്ചു തുടങ്ങിയിട്ട് ആദ്യം ഫ്രണ്ട് തീർത്തു, ബാക്ക് അടിച്ചു. ഇനി ഫ്രണ്ട് നെക്കും ഫ്രണ്ട് കൈക്കുഴിയും കൈയും കൂടി ചെയ്യണം. ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കും. നമുക്ക് ഈ കൈ കൊടുക്കും.
ഷോപ്പിൻ്റെ ബാക്കിൽ വർക്ക്ഷോപ്പ് ഉണ്ട്, അതിൻ്റെ സൗണ്ടാണ് നമുക്ക് കേൾക്കുന്നത് കേട്ടോ. രണ്ടടുപ്പ് അടിച്ചിട്ട് ഇനി നമുക്ക് സൈഡ് അടിച്ചു കൊടുക്കും. സൈഡ് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇതിന് അളവൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തതിന് ഭാഗത്തൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ബോഡി ആളുടെ അളവ് എടുത്തിട്ട് 3 ഇഞ്ച് ആണ് ഷേപ്പും വേസ്റ്റും ഒക്കെ നമ്മൾ കൂട്ടിയിട്ടേക്കണം. അതുപോലെ തന്നെ ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തോടത്ത് കൂടെ അടിച്ചു വിടാം. ഇത് ജസ്റ്റ് 19ഉം ഷേപ്പ് 17ഉം ഇവിടെ സ്ലിറ്റ് വണ്ണം 19.75 കേട്ടോ. ഇനി കൈവണ്ണം ഇവരെ 11 പറഞ്ഞേക്കണം. കൈവണ്ണം 11 നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു അടുപ്പ് അടിക്കാം. കൈവണ്ണം കൈ അടിക്കുമ്പോൾ ഈ ഫ്രണ്ട് നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അടിക്കണം, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് കയറിപ്പോകും. ഈ കൈക്കുഴി നമ്മളെപ്പോഴും ഫ്രണ്ടിൻ്റെ വലിച്ചു പിടിച്ച് അടിക്കും. ഒരടിപ്പ് നമ്മൾ ഇതിൽ അടിച്ചിട്ട് നമുക്ക് ആ അളവ് കറക്റ്റായി ഇട്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്തിട്ട് അടിക്കാം. സ്ലിറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തി തന്നെ അടിച്ചു കൊടുക്കാം. ഇതാണ് സ്ലിറ്റ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇവിടെ തന്നെ ഇനി അതുപോലെ തന്നെ പ്രസ് ചെയ്ത് സ്ലിറ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 19 ഇഞ്ചിലാണ് സ്ലിറ്റ് മാർക്ക് ചെയ്തേക്കുന്നത്. സ്ലിറ്റ് ലെങ്ത്ത് 19 ഇഞ്ച്. കൈവണ്ണം മാർക്ക് ചെയ്യാം. അഞ്ചര ഇഞ്ച് 11ൻ്റെ പകുതി ഈ കയ്യിലും മാർക്ക് ചെയ്യും. കറക്റ്റ് നമുക്ക് ഒരടിക്കൂടി അടിച്ചാൽ നമ്മൾ മാർക്ക് ചെയ്ത് നമുക്ക് സ്ലിറ്റ് മടക്കിയിരിക്കാം. സ്ലിറ്റ് അടിക്കുമ്പോൾ ചുളിവൊന്നും വരാതിരിക്കാൻ നമുക്ക് ആദ്യം തന്നെ ഈ സ്ലിറ്റ് നമ്മൾ വരച്ചേക്കണതിലൂടെ വലിയ കാണി ഇട്ടിട്ട് നമുക്കൊരു സ്റ്റിച്ച് അടിച്ചു കൊടുക്കണം. വലിയ സ്റ്റിച്ച് ഇട്ടിട്ട്
നമുക്ക് ഈ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഈ മാർക്ക് ചെയ്തെടുത്ത് കൂടെ ഒരു അടിച്ചെടുക്കുക, വലിയ സ്റ്റിച്ചിട്ട്. അപ്പോൾ നമുക്ക് മടക്കി അടിക്കാൻ എളുപ്പമുണ്ട്. എന്നിട്ട് നമുക്ക് ആ മടക്കി അടിച്ച് കഴിഞ്ഞത് അഴിച്ച് കളയാൻ പാകത്തിന് ഈ മാർക്കിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. 3/4 ഇഞ്ച് വീതിയാണ് നമുക്ക് സ്ലിറ്റിൻ്റെ ഇതിന് ഇവിടെ ഇടാമുള്ളൂ. ഒരുപാട് വീതി ഇട്ടാൽ നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഭയങ്കര ചുളുപ്പ് വരും. അങ്ങനെ അടിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് അടിച്ചെടുക്കാൻ പറ്റും. കൊള്ളത്തിനൊന്നും കഴിയില്ല സ്ലിറ്റിൻ്റെ ഭാഗം. ഇങ്ങനെ അടിച്ചിട്ട് നമുക്ക് സാധാ സ്റ്റിച്ച് തന്നെ ഇട്ട് മടക്കി അടിക്കും. ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ ഭാഗം ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ടാണ് തിരികെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചത്. ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ മടക്കി അടിക്കുക, ഈ ഭാഗം ഇങ്ങനെ മടക്കി അടിക്കുക. എന്നിട്ട് നമുക്ക് ഈ നടുക്കിൽ സ്റ്റിച്ച് അഴിച്ചുകളയും. ഇത് മൊത്തം അടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ ഇത് അടിച്ചിട്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇത് അഴിച്ച് എടുക്കാം. എളുപ്പത്തിന് കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്ത ഈ സ്ലിറ്റിൻ്റെ ഭാഗം വലിയ സ്റ്റിച്ചായിരുന്നു, നമുക്ക് തഴിക്കാനും പാടില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുവരെ അയച്ചെടുക്കുക. അപ്പം നല്ല കറക്റ്റായിട്ട് സ്ലിറ്റ് ഒട്ടും ഇതും ഒന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ഇതിലൂടെ ഒരടിക്കും കൂടി അടിച്ചാൽ ഇത് ഫിനിഷാവും. പിന്നെ അടിയും കൂടി അടിച്ച് കഴിഞ്ഞാൽ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇനി കാണിക്കും. അങ്ങനെ ചുരിദാർ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇതാണത്. ഈ നെക്കൊന്നും നമ്മൾ ഹെമ്മിങ് ചെയ്തിട്ടില്ല. നെക്ക് ഇത് ഇങ്ങനെ ലൈനിങ്ങിൽ അടിച്ച് വെച്ചാണ്. കാരണം ഹെമ്മിങ്ങൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ചെയ്തത്. ശരി, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും